ഹായ് മക്കളെ, എല്ലാവർക്കും ഫിറ്റ്മിസ്റ്ററി ബോക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ 5ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ഓണസ്റ്റി പേസ് എന്നൊരു പാഠഭാഗമാണ്. എന്താ മക്കളെ ഓണസ്റ്റി പേസ് എന്ന് പറഞ്ഞാല്? ഓണസ്റ്റി എന്ന് പറഞ്ഞാല് സത്യസന്ധത. അപ്പൊ പേസ് എന്ന് പറഞ്ഞാലോ നൽകുന്നു അല്ലെങ്കിൽ കൊടുക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരു മീനിങ് ആണ് കേട്ടോ. അപ്പൊ മൊത്തത്തിൽ ഇതിന്റെ മീനിങ് എന്താ വരുന്നത്? ഓണസ്റ്റി പേസ് എന്ന് പറഞ്ഞാല് സത്യസന്ധത പ്രതിഫലം നൽകുന്നു. നമ്മൾ ഒരിക്കലും ഹോണസ്റ്റി എന്ന് വായിക്കരുത് കേട്ടോ. ആ എച്ച് സൗണ്ട് വരരുത്, ഓണസ്റ്റി എന്നാണ് പറയേണ്ടത്. അടുത്ത പേജിൽ നമുക്കൊരു പിക്ചർ കാണാൻ കഴിയുന്നുണ്ട്. അതിലെന്താ, ഒരുപാട് പേര് ജോലി ചെയ്യുന്നുണ്ട് അല്ലെ. ഒരാള് മീന് പിടിക്കുന്നുണ്ട്, വലയെറിഞ്ഞ് മീന് പിടിക്കുന്നുണ്ട്. ഒരു പോസ്റ്റ് വുമൺ കത്ത് കൊണ്ടേ കൊടുക്കുന്നുണ്ട്. ഒരാൾ തെങ്ങ് കയറുന്നുണ്ട്, പാല് കൊണ്ടേ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പേര് ജോലി ചെയ്യുന്ന ഒരു പിക്ചറാണ് ഈ ഒരു പേജിൽ കാണുന്നത്. അതിന്റെ താഴെയായിട്ടൊരു ചെറിയ കോട്സ് കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഓണസ്റ്റി ഈസ് ദ ഫസ്റ്റ് ചാപ്റ്റർ ഇൻ ദ ബുക്ക് ഓഫ് വിസ്ഡം. എന്താ അതിന്റെ അർത്ഥം? സത്യസന്ധതയാണ് അറിവിന്റെ പുസ്തകത്തിലെ ആദ്യ പാഠം. എഴുതിയിട്ടുള്ളത് തോമസ് ജെഫേഴ്സൺ ആണ് കേട്ടോ. ഇനി നമുക്ക് അടുത്ത പേജിൽ പോവാം. ഇവിടെ എന്താ നമ്മൾ കാണുന്നത്? ഒരാൾ ചെടിക്ക് നനച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ചെടികൾക്ക് നനച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താ താഴെ ചോദിച്ചിട്ടുള്ളത്? വാട്ട് ഡു യു സീ ഇൻ ദ പിക്ചർ? എന്താണ് നിങ്ങൾ ഈ ഒരു ചിത്രത്തിൽ കാണുന്നത്? എന്താണ്? അവിടെ ഒരുപാട് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ഉണ്ടല്ലേ. എന്നിട്ട് അവിടെ ഒരു ഫാർമറാണ് അത് നനച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊരു ഗാർഡൻ ആണ്. വെജിറ്റബിളും ഫ്രൂട്ട്സ് ഒക്കെ ഉള്ള ഒരു ഗാർഡൻ ആണ്. അപ്പൊ നമ്മൾ എന്താ അവിടെ പറയേണ്ടത്? ദിസ് പിക്ചർ ഷോസ് എ ഗാർഡൻ വിത്ത് ലോട്ട്സ് ഓഫ് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ്. എ ഫാമർ ഈസ് വാട്ടറിങ് ദ പ്ലാന്റ്സ് ദർ. എന്താണ്? ഈ പിക്ചറിൽ ഒരു ഗാർഡൻ, ഒരുപാട് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഉള്ള ഒരു ഗാർഡൻ ആണ് കാണിക്കുന്നത്. എ ഫാമർ ഈസ് വാട്ടറിങ് ദ പ്ലാന്റ്സ് ദർ. ഒരു ഫാർമർ എന്താണ്? ഒരു ചെടികൾക്കൊക്കെ നനക്കുകയാണ് ഇവിടെ. അതാണ് നമ്മളിവിടെ എഴുതേണ്ടത്. അപ്പൊ നമുക്ക് നമ്മുടെ പാഠഭാഗത്തോട്ട് പോകാം. ദ ഫാർമർ. അപ്പൊ എന്താണ്? ഒരു പിക്ചർ കാണിക്കുന്നുണ്ട് അല്ലേ. ഒരാള് പണിയെടുത്ത് ക്ഷീണിച്ച് തളർന്നു വരുന്ന ഒരു ചിത്രമാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. എന്താണ് സ്റ്റോറി എന്ന് നോക്കാം. എ ഫാർമർ ലിവ്ഡ് ഇൻ എ വില്ലേജ് വിച്ച് വാസ് നിയർ ദ പാലസ്. എ ഫാർമർ, ഒരു കർഷകൻ, ലിവ്ഡ് ഇൻ എ വില്ലേജ്, ജീവിച്ചിരുന്നു ഇൻ എ വില്ലേജ്, ഒരു ഗ്രാമത്തിൽ, വിച്ച് വാസ് നിയർ ദ പാലസ്. നിയർ ദ പാലസ് എന്ന് പറഞ്ഞാല് കൊട്ടാരത്തിന്റെ അടുത്ത്. നിയർ അടുത്ത്, പാലസ് കൊട്ടാരത്തിന്റെ അടുത്ത്. ഒരു കർഷകന് എന്താണ്? ഒരു ഗ്രാമത്തിൽ, കൊട്ടാരത്തിനടുത്തുള്ള ഒരു ഗ്രാമത്തില് ജീവിച്ചിരുന്നു. ഹി വാസ് ഹാർഡ് വർക്കിംഗ് ആൻഡ് ഹോണസ്റ്റ്. എന്താ പറയുന്നത്? അദ്ദേഹം എന്തായിരുന്നു? എങ്ങനെയുള്ള ആളായിരുന്നു? ഹാർഡ് വർക്കിംഗ്, നന്നായിട്ട് അധ്വാനിക്കുന്ന ആളായിരുന്നു. ആൻഡ് ഓണസ്റ്റ്, എന്താണ്? സത്യസന്ധനായിരുന്നു. അപ്പൊ നന്നായിട്ട് അധ്വാനിക്കുന്ന ഒരു സത്യസന്ധനായിട്ടുള്ള ആളായിരുന്നു ഈ ഒരു ഫാർമർ. ബട്ട് ഹി കുഡിന്റ് ഏൺ മച്ച്. പക്ഷെ അയാൾക്ക് എന്തായില്ല? ഒരുപാടൊന്നും സമ്പാദിക്കാൻ പറ്റിയിട്ടില്ല. ഏൺ എന്ന് പറഞ്ഞാൽ സമ്പാദിക്കുക. ഒരുപാട് സമ്പാദിക്കാൻ പറ്റിയിട്ടില്ല. ഐ മസ്റ്റ് സേവ് സംതിങ് ഫോർ ദ ഫ്യൂച്ചർ. ഞാന് ഭാവിയിലേക്ക് എന്തെങ്കിലും കരുതി വെക്കും. എന്താണ് സേവ് എന്ന് പറഞ്ഞാൽ കരുതി വെക്കുക. ഐ മസ്റ്റ് സേവ് സംതിങ് ഫോർ ദ ഫ്യൂച്ചർ. ഞാൻ എന്റെ ഭാവിയിലേക്ക് എന്തെങ്കിലും കരുതി വെക്കും. ഹി തോട്ട്, അദ്ദേഹം ചിന്തിച്ചു. ആഫ്റ്റർ മെനി ഇയേഴ്സ് ഓഫ് ഹാർഡ് വർക്ക്, ഒരുപാട് വർഷത്തെ കഠിനാധ്വാനത്തിന് ശേഷം, ഹി ഏൺ എനഫ് ടു ബൈ എ ഗോൾഡ് കോയിൻ. എന്താണ്? ഒരു സ്വർണ്ണ നാണയം വാങ്ങാനുള്ള അത്രയും പണം അദ്ദേഹം സമ്പാദിച്ചു. ദിസ് ഈസ് മൈൻ, ദ റിസൾട്ട് ഓഫ് മൈ ഹാർഡ് വർക്ക്. ഇത് എന്റേതാണ്. ദിസ് ഈസ് മൈൻ, മൈൻ എന്ന് പറഞ്ഞാൽ എന്റേതാണ്. ദ റിസൾട്ട് ഓഫ് മൈ ഹാർഡ് വർക്ക്, ഇത് എന്റെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ്. ഹി ലുക്ക്ഡ് അറ്റ് ദ കോയിൻ. അദ്ദേഹം ആ നാണയത്തിലേക്ക് നോക്കി. ഇറ്റ് വാസ് ഷൈനിങ് ഇൻ ഹിസ് പാം. അത് തിളങ്ങുന്നുണ്ടായിരുന്നു. ഷൈനിങ് എന്ന് പറഞ്ഞാൽ തിളങ്ങുക. ഇൻ ഹിസ് പാം, അദ്ദേഹത്തിന്റെ കൈവെള്ളയിലിരുന്ന് ആ നാണയം തിളങ്ങുന്നുണ്ടായിരുന്നു. വേർ ഷുഡ് ഐ കീപ് ദിസ് കോയിൻ? ഞാനിത് എവിടെ സൂക്ഷിക്കും? ഇറ്റ് ഈസ് നോട്ട് സേഫ് അറ്റ് ഹോം. ഇത് വീട്ടില് സുരക്ഷിതമല്ല. ഐ വിൽ കീപ് ഇറ്റ് സംവെയർ എൽസ്. ഞാൻ ഇത് മറ്റെവിടെയെങ്കിലും സൂക്ഷിക്കും. അപ്പൊ എന്താണ് ഫാമർ പറയുന്നത്? ഒരു കോയിന് വീട്ടിൽ സൂക്ഷിക്കുന്നത് എന്താണ്? സുരക്ഷിതമല്ല അല്ലെ. അപ്പൊ അത് വേറെ എവിടെയെങ്കിലും സൂക്ഷിക്കും എന്നാണ് പറയുന്നത്. താഴെ ഒരു ക്വസ്റ്റ്യൻ എന്താണ്? വേർ വിൽ ദ ഫാർമർ ഹൈഡ് ദ ഗോൾഡ് കോയിൻ? ഫാർമർ എവിടെയാണ് ആ ഒരു ഗോൾഡ് കോയിൻ സൂക്ഷിക്കുക? എവിടെയായിരിക്കും? ഹി വിൽ കീപ് ദ ഗോൾഡ് കോയിൻ ഇൻ എ സേഫ് പ്ലേസ്. സുരക്ഷിതമായ ഒരു സ്ഥലത്ത് ഗോൾഡ് കോയിനെ സൂക്ഷിക്കും. അടുത്തത് നോക്കാം. എ സേഫ് പ്ലേസ്, സുരക്ഷിതമായ സ്ഥലം. ദ ഫാർമർ വെന്റ് നിയർ ദ പാലസ്. കർഷകന് കൊട്ടാരത്തിനരികിലേക്ക് പോയി. There was a huge wall around it. There was a huge wall. Huge wall എന്ന് പറഞ്ഞാൽ വലിയ മതില്. Around it,
അതിന് ചുറ്റും ഉണ്ടായിരുന്നു. ആ കൊട്ടാരത്തിന് ചുറ്റും എന്താണ്? ഹ്യൂജ് വാൾ, വലിയൊരു മതിലുണ്ടായിരുന്നു. ദ ഫൗണ്ട് എ ലൂസ് ബ്രിക്ക് ഇൻ ദ വാൾ. ആ ഒരു മതിലില് ലൂസ് ആയിട്ടുള്ള ഒരു ബ്രിക്ക്, എന്താണ് ലൂസ് എന്ന് പറഞ്ഞാല് അയഞ്ഞ അല്ലെങ്കിൽ ഇളകി കിടക്കുന്ന ബ്രിക്ക്, ഇഷ്ടിക കണ്ടെത്തി. ദിസ് ഈസ് എ സേഫ് പ്ലേസ് ടു ഹൈഡ് മൈ കോയിൻ. ആ ഇതാണ് എന്റെ സ്വർണ്ണ നാണയം, ഗോൾഡ് കോയിന് എന്താ സുരക്ഷിതമായിട്ട് വെക്കാൻ പറ്റിയ ഒരു സ്ഥലം, ഒളിപ്പിച്ചു വെക്കാൻ പറ്റിയ സ്ഥലം. ഹി സെയ്ഡ് ടു ഹിംസെൽഫ്. അദ്ദേഹത്തിനോട് തന്നെ പറഞ്ഞു. ഹിംസെൽഫ് എന്ന് പറഞ്ഞാൽ സ്വയം പറഞ്ഞു. ദ ഫാർമർ പുട്ട് ഹിസ് ഹാൻഡ് ഇൻ ഹിസ് പോക്കറ്റ് ആൻഡ് ഫെൽറ്റ് ദ കോയിൻ. ഫാർമർ, ആ ഒരു കർഷകൻ എന്ത് ചെയ്തു? തന്റെ പോക്കറ്റിൽ തൊട്ടു നോക്കി, തന്റെ കോയിന് അവിടെ തന്നെ ഇല്ലേ എന്ന് തൊട്ടു നോക്കി. ഹി ടിപ്ടോഡ് ടുവാർഡ്സ് ദ വാൾ ആൻഡ് ടുക്ക് ദ ബ്രിക്ക് ഔട്ട്. അദ്ദേഹം എങ്ങനെ നടന്നു? ടിപ്ടോഡ്, കാലിന്റെ വിരൽ തുമ്പിലൂടെ ഇങ്ങനെ പതുക്കെ, ആരും കേൾക്കാതിരിക്കാൻ, ആ ശബ്ദമൊന്നും ഉണ്ടാവാതിരിക്കാന് പതുക്കെ കാലിന്റെ വിരൽ തുമ്പിലൂടെ പതുക്കെ ആ ഒരു വാളിനടുത്തേക്ക് നടന്നിട്ട് എന്താണ്, ആ ഒരു കല്ല് പതുക്കെ എടുത്തു. കെയർഫുള്ളി ഹി കെപ്റ്റ് ദ ഗോൾഡ് കോയിൻ ഇൻ ദ ഗ്യാപ്പ് ആൻഡ് പ്ലേസ്ഡ് ദ ബ്രിക്ക് ബാക്ക്. അങ്ങനെ പതുക്കെ ആ ഒരു കല്ലെടുത്തിട്ട് എന്ത് ചെയ്തു? ആ ഗോൾഡ് കോയിൻ ആ ഒരു ഗ്യാപ്പിൽ വെച്ചു. എന്നിട്ട് നമ്മുടെ ആ ഒരു ബ്രിക്ക് ഉണ്ടല്ലോ, ഇഷ്ടിക, ആ ഇഷ്ടിക തിരിച്ച് അങ്ങോട്ട് തന്നെ വെച്ചു. ബി സേഫ് ഹിയർ മൈ ഡിയർ കോയിൻ. നീ ഇവിടെ സുരക്ഷിതമായിട്ടിരിക്കൂ എന്റെ പ്രിയപ്പെട്ട നാണയമേ. യു ആർ മൈ ലൈഫ്. നീ എന്റെ ജീവിതമാണ്. എന്താ അങ്ങനെ പറയുന്നത് യു ആർ മൈ ലൈഫ് എന്ന്? അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ട്, ഒരുപാട് അധ്വാനിച്ചിട്ടാണ്, പണം ഉണ്ടാക്കിയിട്ടാണ് ഒരു ഗോൾഡ് കോയിന് വാങ്ങിയത് അല്ലെ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഒരു ജീവിതമാണത്. ഹി വിസ്പേർഡ്, അദ്ദേഹം മന്ത്രിച്ചു. വിസ്പേർഡ് എന്ന് പറഞ്ഞാൽ മന്ത്രിച്ചു. ഹി വാക്ക്ഡ് ഹോം ഹാപ്പിലി, അദ്ദേഹം വീട്ടിലേക്ക് സന്തോഷത്തോടെ നടന്നു. ഇനി നോക്കൂ, താഴെ കുറച്ച് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? വൈ ഡിഡ് ദ ഫാർമർ ഡിസൈഡ് ടു കീപ് ദ കോയിൻ ഇൻ ദ വാൾ? എന്തുകൊണ്ടാണ് ആ ഒരു കർഷകൻ മതിലില് ആ ഒരു കോയിന് സൂക്ഷിക്കാൻ വേണ്ടി തീരുമാനിച്ചത്? വിൽ ദ കോയിൻ ബി സേഫ് ദർ? ആ ഒരു കോയിൻ അവിടെ സുരക്ഷിതമാണോ? വൈ ഡു യു തിങ്ക് സോ? എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചിന്തിച്ചത്? അപ്പൊ എന്താണ്? വൈ ഡിഡ് ദ ഫാർമർ ഡിസൈഡ് ടു കീപ് ദ കോയിൻ ഇൻ ദ വാൾ? എന്തുകൊണ്ടായിരിക്കും ആ ഒരു ഫാർമർ മതിലിനകത്ത് കോയിൻ വെക്കാൻ തീരുമാനിച്ചത്? ബിക്കോസ് നോ വൺ വിൽ സീ ദ കോയിൻ. ആ ഒരു കോയിന് അവിടെ ആരും കാണില്ല. അവിടെ സുരക്ഷിതമാണോ ആ കോയിന്? യെസ്, ദ കോയിൻ ഈസ് സേഫ് ദർ. ആ ഒരു കോയിൻ അവിടെ സുരക്ഷിതമാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചിന്തിച്ചെന്നാണ് ചോദിക്കുന്നത്. എന്താണ്? ഇറ്റ് ഈസ് ദ വാൾ ഓഫ് ദ പാലസ് ദർ നോ വൺ വുഡ് എക്സ്പെക്ട് എ കോയിൻ ടു ബി ഇൻസൈഡ് എ ബ്രിക്ക്. അതെന്താണ്? കൊട്ടാരത്തിന്റെ മതിലാണ്. അവിടെ അങ്ങനെ ഒരു കോയിൻ ഉണ്ടാവുന്ന, ആ ഒരു ബ്രിക്കിനകത്ത് അങ്ങനെ ഒരു കോയിൻ ഉണ്ടാവുന്ന ആരും പ്രതീക്ഷിക്കില്ല. അടുത്തത് നോക്കൂ, ദ ഡിസിഷൻ. ഡിസിഷൻ എന്ന് പറഞ്ഞാൽ തീരുമാനം. മന്ത്സ് പാസ്ഡ്. മന്ത്സ് എന്ന് പറഞ്ഞാൽ, മന്ത് എന്ന് പറഞ്ഞാൽ മാസം, മാസങ്ങൾ കഴിഞ്ഞു. ഡം ഡം ഡം. ദ ഫാർമർ ആൻഡ് ഹിസ് വൈഫ് ഹിയർഡ് ദ സൗണ്ട് ഓഫ് ഡ്രംസ്. ഒരു കർഷകനും അദ്ദേഹത്തിന്റെ ഭാര്യയും എന്ത് കേട്ടു? ദ സൗണ്ട് ഓഫ് ഡ്രംസ്, ചെണ്ടയുടെ സൗണ്ട് കേട്ടു. ആൻ അനൗൺസ്മെന്റ് എക്കോഡ് ഇൻ ദ എയർ. ഒരു വിളംബരം, അനൗൺസ്മെന്റ് എന്ന് പറഞ്ഞാൽ വിളംബരം, എക്കോഡ് ഇൻ ദ എയർ, അങ്ങനെ എന്താ പറയാ, വായുവിൽ പ്രതിധ്വനിച്ചു കേട്ടു. എക്കോ എന്ന് പറഞ്ഞാല് ഒരു വസ്തുവിൽ തട്ടിയിട്ട് വീണ്ടും ആ ഒരു സൗണ്ട് കേൾക്കുന്നതിനാണ് എക്കോഡ് എന്ന് പറയുന്നത്. അപ്പൊ പ്രതിധ്വനിച്ചു കേട്ടു. ഇറ്റ്സ് എ കാർണിവൽ, അത് ഉത്സവമാണ്. ഐ വിഷ് ഐ കുഡ് സീ ഇറ്റ്, ഞാനത് കാണാൻ ആഗ്രഹിക്കുന്നു. ഹിസ് വൈഫ് സെയ്ഡ്, അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞു. ബട്ട് വി ഡോണ്ട് ഹാവ് എനി മണി, പക്ഷേ നമ്മുടെ അടുത്ത് പണമില്ല. ദ ഫാർമർ റീപ്ലൈഡ്, ഫാർമർ മറുപടി പറഞ്ഞു. എവറി ഡേ യു വർക്ക് ലൈക്ക് എ ഹോഴ്സ് ബട്ട് യുവർ പോക്കറ്റ്സ് ആർ ഓൾവേസ് എംപ്റ്റി, ഹിസ് വൈഫ് സെയ്ഡ്. നിങ്ങൾ എപ്പോഴും ഒരു കുതിരയെ പോലെ പണിയെടുക്കുന്നുണ്ട്. എവറി ഡേ യു വർക്ക് ലൈക്ക് എ ഹോഴ്സ്, എല്ലാ ദിവസവും നിങ്ങൾ ഒരു കുതിരയെ പോലെ പണിയെടുക്കുന്നുണ്ട്. ബട്ട് യുവർ പോക്കറ്റ്സ് ആർ ഓൾവേസ് എംപ്റ്റി, പക്ഷെ നിങ്ങളുടെ പോക്കറ്റ് എന്നും ശൂന്യമായിരിക്കും. ഹിസ് വൈഫ് സെയ്ഡ്, അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞു. ദ ഫാർമർ ലെഫ്റ്റ് ദ ഹൗസ് വിതൗട്ട് അട്ടറിങ് എ വേർഡ്. ഒരു കർഷകന് ഒന്നും മിണ്ടാതെ വീട്ടിൽ നിന്ന് ഇറങ്ങി. അട്ടറിങ് എ വേർഡ് എന്ന് പറഞ്ഞാൽ ഒരു വാക്ക് പോലും ഉച്ചരിക്കാതെ. അപ്പൊ എന്താണ് അദ്ദേഹത്തിന്റെ ഭാര്യ പറയാണല്ലേ, ആ ഒരു ഭാര്യക്ക് ഈ ഒരു കാർണിവൽ കാണാൻ ആഗ്രഹമുണ്ട്. പക്ഷെ ഈ ഒരു ഫാർമറിന്റെ കയ്യിലാണെന്നുണ്ടെങ്കിൽ എന്താണ്, പണമില്ല, അത് കാണിക്കാൻ കൊണ്ടുപോകാൻ പണമില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യ പറയാണ്, നിങ്ങളൊരു കുതിരയെ പോലെ ചത്ത് പണിയെടുത്തിട്ടും നിങ്ങളുടെ പോക്കറ്റ് എന്നും ശൂന്യമാണെന്ന്. അത് കേട്ടിട്ട് ആ ഒരു കർഷകൻ ഒന്നും മിണ്ടാതെ, മറുപടി ഒന്നും പറയാനില്ലാതെ പുറത്ത് പോവുകയാണ്. ഷീ ഹാസ് നെവർ ഡിമാൻഡഡ് എനിത്തിങ് ടിൽ നൗ. അവൾ ഇന്നേ വരെ എന്നോട് ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല. ഡിമാൻഡഡ് എന്ന് പറഞ്ഞാൽ ആവശ്യപ്പെട്ടിട്ടില്ല. ഡിമാൻഡഡ് എന്ന് പറഞ്ഞാൽ ആവശ്യപ്പെടുക. എന്നാൽ ഷീ ഹാസ് നെവർ ഡിമാൻഡഡ് എനിത്തിങ് ടിൽ നൗ, ഇതുവരെ അവൾ എന്നോടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. ഹൗ ക്യാൻ ഐ ടേക്ക് ഹിയർ ടു ദ കാർണിവൽ, ഞാൻ അവളെ എങ്ങനെയാണ് കാർണിവലിന് കൊണ്ടുപോവുക? വാസ് വെരി സാഡ്,
അദ്ദേഹം വളരെ ദുഃഖിതനായിരുന്നു. സഡൻലി പെട്ടെന്ന് ഹി തോട്ട് അബൌട്ട് ദ ഗോൾഡ് കോയിൻ. അദ്ദേഹം ഒരു സ്വർണ്ണ നാണയത്തെ കുറിച്ച് ചിന്തിച്ചു. ഹി ഡിസൈഡഡ് ടു ടേക്ക് ഇറ്റ് ബാക്ക്. അദ്ദേഹം തീരുമാനിച്ചു അത് തിരിച്ചെടുക്കാൻ. അപ്പം ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഞാൻ അവളെ എവിടെയും കൊണ്ടുപോയിട്ടില്ലല്ലോ എന്ന് അങ്ങനെ ആലോചിക്കുന്ന സമയത്താണ് ഇവളെ എങ്ങനെ കൊണ്ടുപോകുന്ന ആലോചിച്ചപ്പോഴാണ് ആ ഒരു സ്വർണ്ണ നാണയത്തെ കുറിച്ചിട്ട് അദ്ദേഹത്തിന് ഓർമ്മ വരുന്നത്. അദ്ദേഹം അത് തിരിച്ചെടുക്കാനായിട്ട് തീരുമാനിച്ചു. ആ ചോദ്യം നോക്കൂ, വിൽ ദ ഫാർമർ ഗെറ്റ് ദ ഗോൾഡ് കോയിൻ ബാക്ക്? ഒരു കർഷകന് ആ ഒരു ഗോൾഡ് കോയിന് തിരിച്ചു കിട്ടുമെന്നാണ് ചോദിക്കുന്നത്. വൈ ഡു യു തിങ്ക് സോ? എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നത്? എന്താ തോന്നുന്നത്, തിരിച്ചു കിട്ടുമോ? ആൻസർ എന്താണ്? യെസ്. എന്താ നിങ്ങൾ അങ്ങനെ ചിന്തിക്കാൻ കാരണം? ബിക്കോസ് ഹി ഹാസ് പുട്ട് ദാറ്റ് കോയിൻ ഇൻ എ വെരി സേഫ് പ്ലേസ്. ഇങ്ങനെയുള്ള സ്ഥലത്താണ് അത് വെച്ചിട്ടുള്ളത്. വളരെ സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്താണ് ആ ഒരു കോയിന് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു കർഷകന് ആ ഗോൾഡ് കോയിന് തിരിച്ചു കിട്ടും. അപ്പോൾ ഇനി എന്തായാലും തിരിച്ചു കിട്ടോ ഇല്ല എന്നുള്ളത് നമുക്ക് അടുത്ത ഭാഗത്തു നിന്ന് അറിയാം അല്ലേ. നമുക്കിത് വായിച്ചു നോക്കാം. ഇനി അടുത്തത് എന്താണ്? ബാക്ക് ടു ദ പാലസ്. കൊട്ടാരത്തിലേക്ക് തിരിച്ച്. ദ ഫാർമർ ഹറിഡ് ടു ദ പാലസ്. ഫാർമർ തിടുക്കത്തിൽ കൊട്ടാരത്തിലേക്ക് നടന്നു. എന്തിനായിരിക്കും? ഒരു ഗോൾഡ് കോയിന് എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലേ. നോ സെക്യൂരിറ്റി ഗാർഡ്സ് ഹിയർ. ഇവിടെ സെക്യൂരിറ്റി ഗാർഡ്സ് ഇല്ല. അവിടെ എന്താണ്, സെക്യൂരിറ്റിക്കാർ അവിടെ ഇല്ല എന്നാണ് പറയുന്നത്. ഹി മൂവ് ടുവാർഡ്സ് ദ വാൾ. അദ്ദേഹം എവിടേക്ക് നടന്നു? മതിലിന്റെ അടുത്തേക്ക് നടന്നു. സഡൻലി പെട്ടെന്ന് ഹി സോ ദ കിങ് സ്റ്റാൻഡിങ് ഓൺ ദ ബാൽക്കണി. എന്താ കണ്ടത്? ബാൽക്കണിയിൽ രാജാവ് അവിടെ നിൽക്കുന്നത് ഈ ഒരു കർഷകൻ കണ്ടു. ഹി വാസ് ഫ്രൈറ്റൻഡ്. അദ്ദേഹം എന്തായി? പേടിച്ചു. ഫ്രൈറ്റൻഡ് എന്ന് പറഞ്ഞാൽ പേടിച്ചു. ഹു ഈസ് ദർ? ആരെവിടെ? എ ഗാർഡ് ഷൗട്ടഡ്. ആ ഒരു സെക്യൂരിറ്റി ഗാർഡ് ഷൗട്ട് ചെയ്തു. ആരാണ് എവിടെ എന്ന് ചോദിച്ചു ഉറക്കെ. ദ ഫാർമർ സ്റ്റാർട്ടഡ് റണ്ണിങ്. കർഷകനെ പേടിച്ച് ഓടാൻ തുടങ്ങി. ദ കിങ് സോ ഹിം. എന്താണ്? രാജാവ് അദ്ദേഹത്തെ കണ്ടു. വൈ ഈസ് ദാറ്റ് മാൻ റണ്ണിങ്? എന്തിനാണ് അയാൾ ഓടുന്നത്? ഹി വണ്ടേർഡ്. രാജാവ് അത്ഭുതത്തോട് ചോദിക്കുകയാണ്. വണ്ടേർഡ് എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു. സ്റ്റോപ്പ് ദ മാൻ ആൻഡ് ബ്രിങ് ഹിം ഇൻ. അയാൾ ഓടുന്നത് നിർത്തിയിട്ട് അയാളെ ഇങ്ങോട്ട് പിടിച്ചുകൊണ്ടുവരുന്നാണ് പറയുന്നത്. ഹി ഓർഡേർഡ്. രാജാവ് കൽപ്പിച്ചു. The soldiers chased with the farmer, caught him and took him to the king. ഒരു പട്ടാളക്കാരർ എന്ത് ചെയ്തു? ഒരു കർഷകനെ പിടിച്ചു, എന്നിട്ട് രാജാവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. Why did the king order to bring the farmer? എന്തിനാണ് ആ ഒരു ഫാർമറെ പിടിച്ചു കൊണ്ടുവരാനായിട്ട് രാജാവ് പറഞ്ഞത്? What will happen to the farmer? എന്തായിരിക്കും ഫാർമറിന് സംഭവിക്കുക? എന്തുകൊണ്ടായിരിക്കും രാജാവ് അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടാവുക? ദ കിങ് സോ ദ ഫാർമർ റണ്ണിങ്. എന്താണ്? രാജാവ് കർഷകൻ ഓടുന്നത് കണ്ടു അല്ലേ. ഹി വണ്ടേർഡ് വൈ ഹി വാസ് റണ്ണിങ്. അദ്ദേഹം അത്ഭുതപ്പെട്ടു, എന്തിനാണ് ഇയാൾ ഓടുന്നതെന്ന് അത്ഭുതപ്പെട്ടു. അപ്പൊ അതറിയാൻ വേണ്ടിയിട്ടായിരിക്കും പിടിച്ചുകൊണ്ടുവരാൻ പറഞ്ഞിട്ടുള്ളത്. വാട്ട് വിൽ ഹാപ്പൻ ടു ദ ഫാർമർ? എന്തായിരിക്കും ഫാർമറിന് ഇനി സംഭവിക്കുക? എന്താ നമുക്കറിയണ്ടേ? അപ്പൊ നമുക്ക് അടുത്ത ഭാഗം വായിച്ചു നോക്കാം. അറ്റ് ദ റോയൽ കോർട്ട്. റോയൽ കോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? രാജസദസ് അല്ലെങ്കിൽ രാജകീയ സദസ്. അവിടെ ആരൊക്കെയാണ്? അവിടെ രാജാവുണ്ട്, രാജാവിൻ്റെ ഗാർഡ് അല്ലേ, ഭടന്മാരുണ്ട്, പിന്നെ ഒരു ഫാർമർ ഉണ്ട്, എല്ലാവരും അവിടെ കാണുന്നുണ്ട് അല്ലേ. വൈ ഡിഡ് യു റൺ അവേ? എന്തിനാണ് നീ ഓടിയത്? ദ കിങ് ആസ്ക്ഡ്. രാജാവ് ചോദിച്ചു. ദ ഫാർമർ ലുക്ക്ഡ് ഡൗൺ. കർഷകന് താഴേക്ക് നോക്കി. ഹി വാസ് ഷിവറിങ്. ഷിവറിങ് എന്ന് പറഞ്ഞാൽ പേടിച്ച് വിറക്കുക. പേടിച്ച് വിറച്ചിട്ട് ഒരു കർഷകന് താഴേക്ക് തലങ്ങനെ കുനിച്ച് താഴേക്ക് നോക്കി നിന്നു. വാട്ട് ഹാപ്പൻ? എന്താ സംഭവിച്ചത്? ദ കിങ് ആസ്ക്ഡ്. രാജാവ് ചോദിച്ചു. ദ ഫാർമർ ടോൾഡ് ഹിം ദ വോൾ സ്റ്റോറി. എന്താണ്? കർഷകന് എല്ലാ കഥകളും രാജാവിനോട് പറഞ്ഞു. വോൾ എന്ന് പറഞ്ഞാൽ മുഴുവൻ, എല്ലാ കഥകളും രാജാവിനോട് പറഞ്ഞു. ദ കിങ് ഡിസൈഡഡ് ടു ഹാവ് സം ഫൺ. ഇത് കേട്ടപ്പോൾ രാജാവിന് എന്താണ്? ഒരു തമാശയായിട്ട് തോന്നി. എന്നാൽ പിന്നെ ഒരു തമാശ ഒപ്പിക്കാമെന്ന് രാജാവ് തീരുമാനിച്ചു. ഓക്കെ ഹി സെയ്ഡ്. രാജാവ് പറഞ്ഞു ഓക്കെ, ഐ വിൽ ഗിവ് യു അനദർ ഗോൾഡ് കോയിൻ, ഗോ ഹോം. ഞാൻ നിനക്ക് മറ്റൊരു ഗോൾഡ് കോയിന് തരാം, നീ ഇപ്പോൾ വീട്ടിലേക്ക് പോകുന്ന പറയുന്നത്. അപ്പോൾ ഈ ഒരു കോയിനല്ല അല്ലേ, കർഷകൻ എടുത്തു വെച്ചിട്ടുള്ള ഒരു കോയിനല്ല, രാജാവ് മറ്റൊരു ഗോൾഡ് കോയിന് തരാമെന്നാണ് പറയുന്നത്. ഇപ്പോൾ വീട്ടിലേക്ക് പോകുന്നു പറയാണ്. താഴെ ക്വസ്റ്റ്യൻ കണ്ടോ, വൈ ഡിഡ് ദ കിങ് ഡിസൈഡഡ് ടു ഗിവ് ദ ഫാർമർ എ ഗോൾഡ് കോയിൻ? എന്തിനാണ് രാജാവ് ആ ഒരു ഫാർമറിന് ഗോൾഡ് കോയിന് കൊടുക്കാനായിട്ട് തീരുമാനിച്ചത്? വിൽ ദ ഫാർമർ ആക്സെപ്റ്റ് ദ ഗോൾഡ് കോയിൻ? ഒരു കർഷകനെ ആ ഒരു ഗോൾഡ് കോയിനെ സ്വീകരിക്കുമെന്നാണ് ചോദിക്കുന്നത്. നമ്മൾ എന്താ എഴുതേണ്ടത്?
When the king heard the farmer's story, the king decided have some fun. രാജാവ് ഒരു കർഷകന്റെ ഒരു കഥ കേട്ട് കഴിഞ്ഞപ്പോൾ എന്താണ് രാജാവിന് ഒരു തമാശ ചെയ്യാൻ എന്ന് തീരുമാനിക്കുകയാണ് അല്ലേ. മോർ ഓവർ ദ കിങ് റിയലൈസ്ഡ് ദാറ്റ് ദ ഫാർമർ വാസ് ആൻ ഹോണസ്റ്റ് മാൻ. അത് മാത്രമല്ല ഈ രാജാവിന് എന്താണ് ബോധ്യപ്പെട്ടു, ഒരു കർഷകൻ എങ്ങനെയുള്ള ആളാണെന്ന്, സത്യസന്ധനായിട്ടുള്ള ആളാണെന്ന് ബോധ്യപ്പെട്ടു. അതുകൊണ്ടാണ് ഒരു കർഷകൻക്ക് ഗോൾഡ് കോയിന് കൊടുക്കാനായിട്ട് രാജാവ് തീരുമാനിച്ചത്. ഇനി ഒരു ഗോൾഡ് കോയിന് ഈ ഒരു കർഷകൻ എന്താണ് തോന്നുന്നത്, വാങ്ങുമോ? എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? നമുക്ക് നോക്കാം അല്ലേ. ദ ഓഫർ എന്താണ്? വാഗ്ദാനം. ഓഫർ എന്ന് പറഞ്ഞാൽ വാഗ്ദാനം. ദ ഫാർമർ ബിക്കെയിം കൺഫ്യൂസ്ഡ്. കർഷകൻ ആശയക്കുഴപ്പത്തിലായി. കൺഫ്യൂസ്ഡ് എന്ന് പറഞ്ഞാൽ ആശയക്കുഴപ്പത്തിലായി. ഐ എം സോറി യുവർ മെജസ്റ്റി, പ്ലീസ് അലൗ മീ ടു ടേക്ക് മൈ കോയിൻ. എന്താ പറയുന്നത്? ഐ ആം സോറി, എന്നോട് ക്ഷമിക്കണം. യുവർ മെജസ്റ്റി. മെജസ്റ്റി എന്ന് പറഞ്ഞാൽ എന്താ പറയുക, രാജാവിനെ പോലുള്ളവരെ ബഹുമാനത്തോടു കൂടി പറയുന്ന ഒരു വാക്കാണ്. അങ്ങുന്നേ അല്ലെങ്കിൽ പ്രഭോ എന്നൊക്കെ അർത്ഥം വരുന്ന ഒരു വാക്കാണ്. ഐ എം സോറി യുവർ മെജസ്റ്റി, എന്നോട് ക്ഷമിക്കണം അങ്ങുന്നേ. പ്ലീസ് അലൗ മീ ടു ടേക്ക് മൈ കോയിൻ. എന്നെ എന്താണ് എൻ്റെ നാണയം എടുക്കാനായിട്ട് അനുവദിക്കണം. ഫോർഗെറ്റ് യുവർ കോയിൻ, നിങ്ങളുടെ കോയിൻ മറന്നേക്കുക. ടേക്ക് 2 ഗോൾഡ് കോയിൻ ഇൻസ്റ്റഡ്. എന്താ പറയുന്നത്? പകരമായിട്ട് 2 ഗോൾഡ് കോയിൻ എടുത്തോളാനാണ് പറയുന്നത്. ഓഫേർഡ് ദ കിങ്, രാജാവ് വാഗ്ദാനം ചെയ്തു. സോറി യുവർ മെജസ്റ്റി, ദ ഫാർമർ റിഫ്യൂസ്ഡ്. ക്ഷമിക്കണം അങ്ങുന്നേ. ദ ഫാർമർ റിഫ്യൂസ്ഡ് എന്താണ്? കർഷകൻ വിസമ്മതിച്ചു, അത് നിഷേധിച്ചു അല്ലെങ്കിൽ വിസമ്മതിച്ചു എന്നുള്ള അർത്ഥമാണ് റിഫ്യൂസ്ഡ് എന്ന് പറഞ്ഞാൽ. മൈ കോയിൻ ഈസ് സോ പ്രീഷ്യസ് ടു മീ, ഹി സെയ്ഡ്. എന്താണ്? എൻ്റെ കോയിൻ എനിക്ക് വളരെ മൂല്യമുള്ളതാണ്. പ്രീഷ്യസ് എന്ന് പറഞ്ഞാൽ മൂല്യമുള്ളതാണ്. ഹി സെയ്ഡ്, അദ്ദേഹം പറഞ്ഞു. എന്തുകൊണ്ടായിരിക്കും കർഷകൻ അങ്ങനെ പറഞ്ഞത്? ഒരുപാട് അധ്വാനിച്ചിട്ട്, ഒരുപാട് കാലത്തെ കഠിനാധ്വാനത്തിന് ശേഷമാണല്ലേ അത് ഒരു കൂട്ടിയിട്ടുള്ള ഒരു പണം കൊണ്ടാണ് എന്താണ് ഈ ഒരു കോയിന് വാങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കർഷകൻക്ക് അത് വളരെ മൂല്യമുള്ളതാണ്. ദ കിങ് സ്റ്റാർട്ടഡ് ഇൻക്രീസിങ് ദ നമ്പർ ഓഫ് കോയിൻസ് ഹി ഓഫേർഡ്. രാജാവ് എന്ത് ചെയ്തു? കൊടുക്കാതെ പറഞ്ഞിട്ടുള്ള നാണയങ്ങളുടെ എണ്ണം ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നു, ഓഫർ ചെയ്തുകൊണ്ടേയിരുന്നു. 10 കോയിൻസ്, 100 കോയിൻസ്, 1000 കോയിൻ ആൻഡ് സോ ഓൺ. എന്താണ്? 10 കോയിൻസ് 10 നാണയം, 100 കോയിൻസ് 100 നാണയം, 1000 കോയിൻസ് 1000 നാണയം, അങ്ങനെ അങ്ങനെ കൂടുതലായിട്ട് എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തുകൊണ്ടിരുന്നു, വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ വർദ്ധിപ്പിക്കുക. But the farmer was still not ready to accept the king's offer. പക്ഷേ എന്താണ്? കർഷകൻ ഈ ഓഫർ ഒന്നും, രാജാവിന്റെ ഈ ഓഫർ ഒന്നും സ്വീകരിക്കാനായിട്ട് റെഡി ആയില്ല. Why didn't the farmer accept the king's offer? എന്തുകൊണ്ടാണ് ഫാർമർ, ഈ ഒരു കർഷകൻ, രാജാവിന്റെ ഓഫറുകളൊന്നും സ്വീകരിക്കാഞ്ഞത്? If you were the farmer, what do you do? നിങ്ങൾ ഒരു കർഷകനായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? എന്തുകൊണ്ടാണ് ആ ഒരു ഫാർമർ ആ ഒരു ഓഫർ നിരസിച്ചത്? ദ ഫാർമർ വാസ് ആൻ ഓണസ്റ്റ് മാൻ. ഇങ്ങനെയുള്ള മനുഷ്യനായിരുന്നു, സത്യസന്ധനായിട്ടുള്ള മനുഷ്യനായിരുന്നു കർഷകൻ. ഹി ഓൺലി വാണ്ടഡ് ദ കോയിൻ ഹി ഡിസേർവ്ഡ്. അദ്ദേഹം അയാൾക്ക് അർഹതപ്പെട്ടിട്ടുള്ള ആ ഒരു നാണയം മാത്രമേ അദ്ദേഹത്തിന് ആവശ്യമുണ്ടായിരുന്നുള്ളൂ. ദാറ്റ് ഓണസ്റ്റ് ഫാർമർ നെവർ വാണ്ടഡ് മോർ മണി ദാൻ ദാറ്റ്. സത്യസന്ധനായിട്ടുള്ള ഒരു മനുഷ്യൻ ഒരിക്കലും അതിൽ കൂടുതലായിട്ടുള്ള പണം ആഗ്രഹിച്ചിരുന്നില്ല. പിന്നെ ചോദിച്ചിട്ടുള്ളത് ഇഫ് യു വേർ ദ ഫാമർ വാട്ട് ഡു യു ഡു? നിങ്ങളായിരുന്നു ഒരു കർഷകനെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ 2 തരത്തിലുള്ള ഉത്തരം എഴുതാം. നിങ്ങൾക്കത് സ്വീകരിക്കുമായിരുന്നു എന്ന് വേണമെങ്കിൽ എഴുതാം. അതുപോലെ തന്നെ കർഷകനെ പോലെ ഞാനത് സ്വീകരിക്കുകയില്ലായിരുന്നു എന്ന് വേണമെങ്കിൽ എഴുതി കൊടുക്കാം കേട്ടോ. അടുത്തത് നോക്കൂ, എ ക്ലെവർ ഐഡിയ. ക്ലെവർ എന്ന് പറഞ്ഞാൽ തന്ത്രപരമായ അല്ലെങ്കിൽ ബുദ്ധിപരമായ, ഐഡിയ എന്ന് പറഞ്ഞാൽ ആശയം, ബുദ്ധിപരമായ ആശയം. ഫോർഗെറ്റ് യുവർ കോയിൻ, നിങ്ങളുടെ പണം മറന്നേക്കൂ. ഐ വിൽ ഗിവ് യു ഹാഫ് ഓഫ് മൈ കിങ്ഡം, ഞാൻ നിങ്ങൾക്ക് തരാം ഹാഫ് ഓഫ് മൈ കിങ്ഡം, എൻ്റെ രാജ്യത്തിൻ്റെ, കിങ്ഡം എന്ന് പറഞ്ഞാൽ രാജ്യം, എൻ്റെ രാജ്യത്തിൻ്റെ പകുതി നിങ്ങൾക്ക് തരാം. ദ കിങ് സെയ്ഡ്, രാജാവ് പറഞ്ഞു. വിച്ച് ഹാഫ് ഡു യു വാണ്ട്, നിങ്ങൾക്ക് ഏത് ഭാഗമാണ്, ഏത് പകുതിയാണ് വേണ്ടത്? യു ക്യാൻ ഡിസൈഡ്, നിങ്ങൾക്ക് തീരുമാനിക്കാം. ദ കിങ് കണ്ടിന്യൂഡ്, രാജാവ് തുടർന്നു. ദ ഫാമർ തോട്ട് ഫോർ എ വൈൽ, കർഷകൻ എന്ത് ചെയ്തു? കുറച്ചു നേരം, അല്പനേരം ചിന്തിച്ചു. തോട്ട് എന്ന് പറഞ്ഞാൽ ചിന്തിച്ചു, വൈൽ അല്പനേരം. യുവർ ഹൈനസ്,
ഐ വിൽ ടേക്ക് ദ ഹാഫ് വേർ മൈ കോയിൻസ് ഈസ് കെപ്റ്റ്. ഹൈനസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ യുവർ മെജസ്റ്റി എന്നൊക്കെ, അതുപോലെ രാജാവിനെ അഭിസംബോധന ചെയ്യുന്ന ഒരു വാക്കാണ്. അങ്ങുന്നേ പ്രഭോ അല്ലെങ്കിൽ രാജാവ് എന്നൊക്കെ അഭിസംബോധന ചെയ്യുന്ന ഒരു വാക്ക് തന്നെയാണ് ഹൈനസ് എന്ന് പറഞ്ഞാലും. അപ്പോൾ യുവർ ഹൈനസ് രാജാവേ, ഐ വിൽ ടേക്ക് ദ ഹാഫ്, ഞാൻ എടുത്തോളാം, എന്താ ദ ടേക്ക്, ഞാൻ എടുത്തോളാം, ദ ഹാഫ് വേർ മൈ കോയിൻ ഈസ് കെപ്റ്റ്, എൻ്റെ ആ ഒരു നാണയമുള്ള ആ ഒരു ഭാഗം ഞാൻ പകുതി, ആ ഒരു ഭാഗം മുതൽ പകുതി ഞാൻ എടുത്തോളാം. then I will get my coin and give back your kingdom. അങ്ങനെ എൻ്റെ ആ ഒരു നാണയം എനിക്ക് കിട്ടുമ്പോൾ, ഞാനൊരു പകുതി എടുക്കുമ്പോൾ എനിക്ക് ആ ഒരു നാണയം കിട്ടുമല്ലോ, എന്നിട്ട് ഞാൻ നിങ്ങളുടെ രാജ്യം നിങ്ങൾക്ക് തന്നെ തിരിച്ചു തരാം എന്നാണ് പറയുന്നത്. ഹി സൈഡ്, അദ്ദേഹം പറഞ്ഞു. അപ്പോൾ നോക്കൂ, എത്ര സത്യസന്ധനായിട്ടുള്ള ഒരു കർഷകനാണല്ലേ. ഇത്രയും ഓഫർ ആ രാജാവ് കൊടുത്തിട്ടും എന്താണ് ആ ഒരു കർഷകൻ അതെല്ലാം വിസമ്മതിച്ചു, വേണ്ട എന്ന് പറഞ്ഞു അല്ലേ. എന്നിട്ട് എന്താ പറയുന്നത്, ഒരു രാജ്യത്തിന്റെ പകുതി തരാന്ന് പോലും പറഞ്ഞപ്പോഴും അതെല്ലാം നിരസിക്കുകയാണ് ചെയ്തത്. എന്നിട്ടോ, ഇനി അഥവാ രാജ്യത്തിന്റെ പകുതി തന്നാൽ തന്നെ ഞാൻ എൻ്റെ കോയിൻ എടുത്തിട്ട് നിങ്ങൾക്ക് തന്നെ ഒരു രാജ്യത്തിന്റെ പകുതി തിരിച്ചു തരാമെന്നാണ് പറയുന്നത്. ദ കിങ് ലൈക്ക്ഡ് ദ ഫാമേഴ്സ് ഐഡിയ. രാജാവിന് എന്താണ് ഒരു കർഷകന്റെ ആശയം നന്നായിട്ട് ഇഷ്ടമായി. എ സ്മൈൽ അപ്പിയർഡ് ഓൺ ഹിസ് ഫേസ്. അദ്ദേഹത്തിന്റെ മുഖത്ത്, ആരുടെ മുഖത്ത്, രാജാവിന്റെ മുഖത്ത്, അപ്പിയർഡ് ഓൺ ഹിസ് ഫേസ്, ആ ഒരു പുഞ്ചിരി, സ്മൈൽ എന്ന് പറഞ്ഞാൽ ചിരി, പുഞ്ചിരി, പുഞ്ചിരി എന്താണ് തെളിഞ്ഞു, അപ്പിയർഡ് എന്ന് പറഞ്ഞാൽ തെളിഞ്ഞു അല്ലെങ്കിൽ പ്രത്യക്ഷപ്പെട്ടു. ഓൺ ഹിസ് ഫേസ്, അദ്ദേഹത്തിന്റെ മുഖത്ത്. ഐ അഡ്മയർ ഹാർഡ് വർക്ക് ആൻഡ് ഓണസ്റ്റി. ഐ അഡ്മയർ, ഞാൻ അഭിനന്ദിക്കുന്നു, യുവർ ഹാർഡ് വർക്ക് ആൻഡ് ഓണസ്റ്റി, നിങ്ങളുടെ കഠിനാധ്വാനത്തെയും സത്യസന്ധതയും ഞാൻ അഭിനന്ദിക്കുന്നു. യു ക്യാൻ ടേക്ക് യുവർ കോയിൻ അലോങ് വിത്ത് മൈ ഗിഫ്റ്റ്. നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു നാണയം എടുക്കാം. വിത്ത് മൈ ഗിഫ്റ്റ്, എൻ്റെ ഒരു സമ്മാനത്തോടു കൂടി, എൻ്റെ സമ്മാനങ്ങളോട് കൂടിയിട്ട് നിങ്ങളുടെ നാണയവും നിങ്ങൾക്ക് എടുക്കാം. ദ കിങ് സേഡ്, രാജാവ് പറഞ്ഞു. ദ ഫാമർ വാസ് സർപ്രൈസ്ഡ് ടു സീ ദ ഗ്ലിറ്ററിങ് ഗോൾഡ് കോയിൻസ്. എന്താണ്, ആ ഒരു കർഷകൻ അത്ഭുതപ്പെട്ടു, സർപ്രൈസ്ഡ്, അത്ഭുതപ്പെട്ടു. ടു സീ ദ ഗ്ലിറ്ററിങ് ഗോൾഡ് കോയിൻസ്, തിളങ്ങുന്ന നാണയങ്ങൾ കണ്ട് ആ ഒരു കർഷകൻ അത്ഭുതപ്പെട്ടു. എന്താണ്, രാജാവ് കൊടുത്തു അല്ലെ, രാജാവും ഒരുപാട് ഗിഫ്റ്റ് ആയിട്ട് നാണയങ്ങൾ കൊടുത്തു. അദ്ദേഹത്തിന്റെ ആ ഒരു നാണയത്തോട് കൂടിയിട്ട് അത് കണ്ടിട്ട് എന്താണ് ശരിക്ക് അത്ഭുതപ്പെട്ടു. കർഷകൻ ആ ഒരു തിളങ്ങുന്ന നാണയങ്ങൾ കണ്ടിട്ട് അത്ഭുതപ്പെട്ടു എന്നാണ് പറയുന്നത്. വാട്ട് വാസ് ദ കിങ്സ് ഓഫർ? എന്തായിരുന്നു രാജാവ് നൽകിയ ഓഫർ? വൈ ഡിഡ് ദ കിങ് ഗിവ് ദ ഗോൾഡ് കോയിൻസ് ടു ദ ഫാമർ? എന്തുകൊണ്ടാണ് രാജാവ് സ്വർണ്ണ നാണയങ്ങൾ കർഷകന് കൊടുത്തത്? എന്തായിരുന്നു രാജാവ് കൊടുത്തിരുന്ന ഒരു ഓഫർ? ഒരു കർഷകന് എന്ത് ഓഫറായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്? ദ കിങ് ഓഫർ ടു ഗിവ് ഹാഫ് ഓഫ് ഹിസ് കിങ്ഡം. തന്റെ രാജ്യത്തിന്റെ പകുതി തരാമെന്നായിരുന്നു രാജാവ് കൊടുത്ത ഒരു ഓഫർ. പിന്നെയോ, എന്തിനാണ് ആ ഒരു നാണയങ്ങൾ ഫാർമറിന് കൊടുത്തതെന്നാണ് ചോദിക്കുന്നത്. ബിക്കോസ് ദ കിങ് ലൈക്ക്ഡ് ദ ഫാമേഴ്സ് ഓണസ്റ്റി ആൻഡ് ഹാർഡ് വർക്ക്. രാജാവിന് എന്താണ് ഒരു കർഷകന്റെ സത്യസന്ധതയും കഠിനാധ്വാനവും ഇഷ്ടമായി. ദാറ്റ് ഈസ് വൈ ദ കിങ് ഗിവ് ഗോൾഡ് കോയിൻസ് ടു ദ ഫാമർ ആസ് എ ഗിഫ്റ്റ്. അതുകൊണ്ടാണ് രാജാവ് ആ ഒരു കർഷകന് ഗോൾഡ് കോയിൻസ്, സ്വർണ്ണ നാണയങ്ങൾ സമ്മാനമായിട്ട് നൽകിയത്. അപ്പോൾ മക്കളെ, ഇത്രയാണ് ഈ ഒരു സ്റ്റോറിയിലുള്ളത്. എല്ലാവർക്കും സ്റ്റോറി ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ബാക്കിയുള്ള ഇതിൻ്റെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ബാക്കിയുള്ള സബ്ജക്റ്റിൻ്റെ പാഠഭാഗങ്ങളൊക്കെ നമുക്ക് വരുന്ന ഓരോ ദിവസങ്ങളായിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അടുത്ത വീഡിയോസൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ എല്ലാവർക്കും അടുത്ത ക്ലാസ്സിൽ കാണാം.